ശാസ്ത്രവേദി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന വിദ്യാകരണം 2026 പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പത്തനംതിട്ട മൈലപ്ര വല്യന്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി MLA അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ വിശദീകരണം ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് സജി കെ സൈമൺ നിർവഹിച്ചു. പത്തനംതിട്ട ജില്ലാ ശാസ്ത്രവേദിയുടെ വർഷങ്ങളായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കുന്ന വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയുടെ വിതരണമാണ് ഈ വർഷവും മുടങ്ങാതെ നടക്കുന്നത്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടുള്ള കുട്ടികൾക്കാണ് ഈ വിദ്യാഭ്യാസ സഹായ പദ്ധതി നൽകുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് ഈ ശാസ്ത്രവേദിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ സജി കെ സൈമൺ ആണ്. നഗരസഭയുടെ കൗൺസിൽ കൂടിയാണ്. എത്ര വർഷം എങ്ങനെയൊക്കെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്? നമ്മളെ 19ാമത് തവണയാണ് ശാസ്ത്രവേദി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പഠനോപകരണ വിതരണവും +2 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള ആദരം നൽകലും ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ശാസ്ത്രവേദി ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഈ പ്രാവശ്യം നമ്മൾ 121 വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ നമ്മൾ പഠനോപകരണ വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പഠനത്തിനാവശ്യമായിട്ടുള്ള ബാഗ്, ബുക്കുകൾ, അതേപോലെ തന്നെ പേന, വാട്ടർ ബോട്ടിൽ തുടങ്ങിയ അനുബന്ധ സാമഗ്രികൾ നമ്മൾ വിതരണം ചെയ്തു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ കോളേജിലും അതേപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലും അതേപോലെ തന്നെ സ്കൂളുകളുമൊക്കെ അവരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം. അതിൻ്റെ ഭാഗമായി നമ്മൾ സയൻസിൽ കഴിവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനവും അതേപോലെ തന്നെ സമ്മാനങ്ങളും വിതരണം ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, ലഹരിവിരുദ്ധ ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട വിഷയമായ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ശാസ്ത്രവേദിയാണ്. ശാസ്ത്രവേദിയെ സംബന്ധിച്ചിടത്തോളം ലഹരിവിരുദ്ധ ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ടും ബോധവൽക്കരണ ക്ലാസ്സുകൾ അത്തരത്തിൽ സ്കൂളുകളും കോളേജിലും ഒക്കെ കേന്ദ്രീകരിച്ച് അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. അതിലുപരി ശാസ്ത്രവേദി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ ടോക്കുകൾ എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുണ്ട്. ഈ ബുധനാഴ്ച 75ാമത് ഓൺലൈൻ ടോക്കാണ് അടുത്ത് നടക്കുന്ന ശാസ്ത്രവേദിയുടെ പ്രധാനപ്പെട്ട പരിപാടി. ഈ പരിപാടിയിൽ സ്കൂളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ലിങ്ക് നൽകിക്കൊണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് നടത്തി വരുന്നത്. കേരളത്തിലെ ആനുകാലിക സാംസ്കാരിക രംഗത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട്, കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട്, മാലിന്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട്, പാമ്പ് ഭീഷണി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട്, നമ്മുടെ ഇടിമിന്നലിന് കാരണമാക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, അതേപോലെ തന്നെ ആനുകാലിക പ്രസക്തിയുള്ള മറ്റു വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് ശാസ്ത്രവേദി അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അച്യുശങ്കറിൻ്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ശ്രീ വിമലൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രിയപ്പെട്ട ശ്രീ വർഗീസ് പൂമ്പാറ, പ്രിയങ്കരനായ നേതാവ് ശ്രീ സതീഷ് പഴകുളം, റൈനീസ് മുഹമ്മദ്, ശ്രീമതി ആൻസി തോമസ് അടക്കം നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ മനോജ് തോമസ് ഉൾപ്പെടെ, പ്രിയങ്കരനായ ശ്രീ ബെന്നി തോമസ് ഉൾപ്പെടെ വലിയൊരു ടീം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് ഈ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സമൂഹത്തിലെ ഉന്നത വ്യക്തിത്വങ്ങളാണ് ശാസ്ത്രവേദിയുടെ ഭാഗമായിട്ടുള്ളത്. ഈ വർഷം ആരായിരുന്നു ഇതിന്റെ ഉദ്ഘാടനവും ഇതിന്റെ വിതരണമൊക്കെ? നമ്മുടെ പ്രിയങ്കരനായ MLA കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രോഗ്രാമിന് എത്തിച്ചേരാം. അദ്ദേഹം MLA അല്ലെങ്കിൽ പോലും നമ്മുടെ പ്രോഗ്രാമിന് ശാസ്ത്രവേദിയുടെ കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമിന് എത്തിച്ചേരാം എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ വർഷത്തെ പ്രോഗ്രാമിൽ MLA ആയ ശേഷം നമ്മുടെ പ്രദേശത്ത് ആദ്യമായി പങ്കെടുത്ത ഒരു പ്രോഗ്രാമാണ്. മികച്ച വിജയമായിരുന്നു. അദ്ദേഹം കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. നമ്മുടെ പരിപാടി നമ്മുടെ ഒട്ടേറെ പ്രശ്നങ്ങളെ സംബന്ധിച്ച നിവേദനങ്ങളും പ്രിയപ്പെട്ട MLAക്ക് നമുക്ക് പ്രദേശവാസികൾക്ക് നൽകുവാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ട അബിൻ വർക്കിക്ക് നൽകുവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് അഭിമാനവും ചാരിതാർത്ഥ്യവും ഉണ്ട്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.